വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയ്ക്കും കളമശ്ശേരിക്കും എല്ലാം അടുത്തായി പാനായിക്കുളത്ത് ഒരു വില്ല പ്രൊജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 SUV കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു മനോഹരമായ വീട് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്ററും കുസാറ്റിലേക്ക് 9.5 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 17 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 13 കിലോമീറ്ററും കാക്കനാടേക്ക് 15 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റും ജാലി ഡിസൈനും എല്ലാം നൽകിയാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച റോഡാണ് ഫ്രണ്ടിലായി ഉള്ളത്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ വീടിന്റെ എലിവേഷനോട് മാച്ച് ചെയ്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. കൂടാതെ അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് KW വാട്ടർ കണക്ഷനാണ് വന്നിരിക്കുന്നത്. 2000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ഗ്രൗണ്ടിലും 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് വീടിന് മുകളിലായിട്ടും നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. കോർണറിലായിട്ട് ഒരു വേസ്റ്റ് ഡിസ്പോസലിനുള്ള പിറ്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ചെയറിടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. വലുപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്ക് ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസോട് കൂടിയായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ TV യൂണിറ്റ് വരുന്നത്. വളരെ മനോഹരമായി ചെയ്ത ഒരു സീലിംഗ് വർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്ത് പാനലിംഗ് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഭംഗിയായി തന്നെയാണ് സീലിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഭംഗിയായ സ്റ്റോറേജ് സ്പേസും ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗും ഒക്കെ നൽകി സോമനിയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസും ഗോൾഡ് മെഡലിൻ്റെ വയറിങ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ്. ഇതിനെ കണക്ട് ചെയ്ത് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. മുകളിലെ പാനലിന് ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് സ്പേഷ്യസ് ആയ കൗണ്ടർ സ്പേസോട് കൂടി ഒരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 5 ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്റിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാൻ പോർഷൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഈ അപ്പർ ലിവിങ്ങിലെല്ലാം തന്നെ ഭംഗിയായി സീലിംഗ് വർക്കുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ നൽകി സീലിംഗിൽ സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സോമിനിയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ നൽകി സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സോമിനിയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനും വാഷ് കൗണ്ടറിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വരുന്നുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. ഒരു സൈഡിലായിട്ട് ജാലി ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SSN ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലെല്ലാം തന്നെ ഭംഗിയായി ലൈറ്റും നൽകിയിട്ടുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 സ്പേഷ്യസ് ആയ കാർ പാർക്കിങ്ങും സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ കൂടാതെ ഹോം ലോൺ ഫെസിലിറ്റി എന്നിവയ്ക്കായി സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.